നമസ്തേ. ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ ഗീതത്തെയും അപമാനിക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ലെന്ന് യോഗി ആദിത്യനാഥ്. എന്നാൽ കേരളത്തിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിക്കുന്നതിനെ ചൊല്ലി വിവാദങ്ങൾ ഉയരുകയാണ്. ദേശീയ ഗീതത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് രണ്ട് നിലപാടുകളോ. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷങ്ങൾക്കിടെ രാജ്യത്ത് വീണ്ടും രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുകയാണ്. ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അപമാനിക്കുന്നത് അനുവദിക്കില്ലെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുമ്പോൾ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിർദ്ദേശത്തോട് കേരളത്തിൽ വ്യത്യസ്ത നിലപാടാണ് ഉയരുന്നത്. കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറി സർക്കുലർ ഇറക്കിയെങ്കിലും സംസ്ഥാനത്തെ പഴയ പ്രോട്ടോകോൾ തുടരുമെന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. ഇതോടെ ദേശീയ ഗീതത്തിന്റെ ആലാപനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന നിലപാടുകൾ വീണ്ടും ചർച്ചയാകുകയാണ്. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് പോകാം. രാജ്യത്തിന്റെ ദേശീയ ചിഹ്നങ്ങളെയും മഹത് വ്യക്തിത്വങ്ങളെയും ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അപമാനിക്കുന്നവർക്ക് ഭാരതത്തിൽ കഴിയാൻ അനുവദിക്കില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ലക്നൌവിൽ തിരങ്ക യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനിടെയാണ് യോഗിയുടെ ശക്തമായ ഈ പ്രതികരണം. കാക്കോരി ട്രെയിൻ ആക്ഷന്റെ 101-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ലക്നൌവിൽ തിരങ്ക യാത്ര സംഘടിപ്പിച്ചത്. കാളിദാസ് മാർഗിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്കായിരുന്നു യാത്ര. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പങ്കജ് ചൌധരി, ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ, ബ്രിജേഷ് പാഠക് എന്നിവരും ആയിരക്കണക്കിന് യുവാക്കളും യാത്രയിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ ദേശീയ ചിഹ്നങ്ങൾക്ക് കൂടുതൽ ആദരവും ദേശീയ ഗാനത്തിന്റെയും ദേശീയ ഗീതത്തിന്റെയും മഹത്വത്തിന് കൂടുതൽ പ്രാധാന്യവും ലഭിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. ദേശീയ ചിഹ്നങ്ങൾ, മഹത് വ്യക്തിത്വങ്ങൾ, ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവയെ അപമാനിക്കുന്നത് ഇനി അനുവദിക്കാനാകില്ല. ഇത്തരം പ്രവർത്തികൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാവുന്ന സാഹചര്യമുണ്ടെന്നും യോഗി വ്യക്തമാക്കിയിരിക്കുകയാണ്. 1925-ലെ കാക്കോരി ട്രെയിൻ ആക്ഷനിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിളക്കിയ റാം പ്രസാദ് ബിസ്മിൽ, ഠാക്കൂർ റോഷൻ സിംഗ്, അഷ്കാഫുള്ള ഖാൻ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ യോഗി ആദിത്യനാഥ് അനുസ്മരിച്ചു. മഹത്തായ വിപ്ലവകാരികളോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടുമുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനായാണ് രാജ്യവ്യാപകമായി തിരങ്ക യാത്രകൾ സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരെയും അദ്ദേഹം അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യം ആദ്യം എന്ന സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞ കൂടിയാണ് ഈ തിരങ്ക യാത്രയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലക്നൌവിലെ തിരങ്ക യാത്രയിൽ 30,000-ത്തിലധികം യുവാക്കൾ പങ്കെടുത്തതായി യോഗി പറഞ്ഞു. രാവിലെ 8:30 തന്നെ 25,000-ത്തിലധികം യുവാക്കൾ എത്തിയിരുന്നുവെന്നും പിന്നീട് എണ്ണം 30,000 കടന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവാക്കളുടെ ഈ വലിയ പങ്കാളിത്തം രാജ്യസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ആദരവിന്റെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2026-ൽ ദേശീയ ഗീതമായ വന്ദേമാതരം 150-ാം വാർഷികം ആഘോഷിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണെന്നും യോഗി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ യുവാക്കളുടെ ഊർജ്ജവും കഴിവും ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 15-ന് രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഹർഘർ തിരങ്ക ക്യാമ്പയിനിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും യോഗി ആഹ്വാനം ചെയ്തു. വീടുകളിൽ ദേശീയ പതാക ഉയർത്താനുള്ള അവകാശത്തിനായി മുൻകാലത്ത് ജനങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് കോൺഗ്രസിനെ വിമർശിച്ച് യോഗി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാനത്തോടെയും ആദരവോടെയും വീടുകളിൽ ത്രിവർണം ഉയർത്താനുള്ള സാഹചര്യം ലഭിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ദേശീയ പതാക രാജ്യത്തിന്റെ ലാളിത്യത്തിന്റെയും വികസനത്തിന്റെയും പൈതൃകത്തിന്റെയും ആൻ ബാൻ ഷാൻ എന്നിവയുടെയും പ്രതീകമാണെന്നും യോഗി പറഞ്ഞു. തിരങ്ക യാത്രയിൽ അച്ചടക്കം പാലിക്കണമെന്നും ഭാരത് മാതാ കി ജയ്, വന്ദേമാതരം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഭരണഘടനാ ശില്പികളായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്നിവരെയും ഇന്ത്യയുടെ ഐക്യത്തിന്റെ ശില്പിയായ സർദാർ വല്ലഭായ് പട്ടേലിനെയും യോഗി ചടങ്ങിൽ ആദരിച്ചു. അതേസമയം കേരളത്തിലെ അവസ്ഥ വേറെയാണ് കേട്ടോ. ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിർദ്ദേശത്തെ ചൊല്ലി കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ വന്ദേമാതരം മുഴുവനായി ആലപിക്കില്ലെന്ന നിലപാടുമായാണ് മന്ത്രിമാരായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ. മുരളീധരൻ, എൻ. ഷംസുദ്ദീൻ എന്നിവർ രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമം ലോക്സഭയും രാജ്യസഭയും അംഗീകരിച്ച് രാഷ്ട്രപതിയുടെ അനുമതിയും ലഭിച്ചിട്ടും അത് സംസ്ഥാന സർക്കാരിന് ബാധകമല്ലെന്ന നിലപാടാണ് മന്ത്രിമാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താനാണ് വന്ദേമാതരം മുഴുവനായി ആലപിക്കുന്നതിനെതിരെ കോൺഗ്രസും രംഗത്ത് വന്നത്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ്
അതിനാലാണ് കേന്ദ്ര സർക്കാർ ദേശീയഗീതം മുഴുവനായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചത്. എന്നാൽ കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ ഇത് വലിയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. ഗവർണർ പങ്കെടുത്ത സർക്കാർ പരിപാടികളിൽ പോലും ആദ്യ ചരണം മാത്രമാണ് ആലപിച്ചത്. വിമർശനം ഉയർന്നതോടെ വന്ദേമാതരം മുഴുവനും ആലപിക്കണമെന്ന നിയമം ഇല്ലെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെയാണ് ഭേദഗതിയിലൂടെ സർക്കാർ നിയമമാക്കാൻ തീരുമാനിച്ചത്. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് ലഭിക്കുന്ന അതേ നിയമപരിരക്ഷയും പദവിയും ദേശീയഗീതമായ വന്ദേമാതരത്തിനും ലഭിക്കുന്നതാണ് ഈ ഭേദഗതി. എന്നാൽ നിയമമായപ്പോൾ ഉത്തരവിറക്കിയ ചീഫ് സെക്രട്ടറിക്കെതിരായി സർക്കാർ രംഗത്തു വന്നു. കേന്ദ്രം നിയമം പാസാക്കിയെങ്കിലും തങ്ങൾ പഴയതുപോലെ ആദ്യത്തെ ഭാഗം മാത്രമേ ആലപിക്കൂ എന്നാണ് ഈ മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. ലോക് ഭവനാണ് ഉത്തരവ് ഇറക്കിയതെന്ന് ആരോപിച്ച് വിവാദത്തിനും തിരികൊളുത്തി. എന്നാൽ കേന്ദ്ര സർക്കാർ പാസാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നൽകേണ്ടത് ചീഫ് സെക്രട്ടറിയാണ്. അതിനാലാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ പാടണമെന്ന് ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി വിശ്വനാഥ സിൻഹ സർക്കുലർ പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് നിലവിലുള്ള പഴയ പ്രോട്ടോകോൾ തന്നെ തുടരുമെന്നാണ് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വന്ദേമാതരത്തിലെ ആദ്യ 2 ഖണ്ഡികകൾ മാത്രമായിരിക്കും സർക്കാർ പരിപാടികളിൽ ആലപിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ട ആവശ്യമില്ലെന്നും മുസ്ലിം ലീഗിന്റെ നിലപാട് ദേശീയതലത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിന് സമാനമാണെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനമല്ലെന്നും ലോക് ഭവനിൽ നിന്നുള്ള അറിയിപ്പ് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചീഫ് സെക്രട്ടറി ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. അതേസമയം രാജ്യത്ത് സ്വാതന്ത്ര്യദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ഹർഘർ തിരങ്ക ക്യാമ്പയിന് തുടക്കമായി. ക്വിറ്റ് ഇന്ത്യ ദിനം മുതൽ 17 വരെയാണ് ഈ പ്രചാരണ പരിപാടി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ കാണിച്ച ധീരത എക്കാലവും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ നടക്കുക. ഇന്നലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാരും നേതാക്കളും പങ്കെടുത്തിരുന്നു. ഹർഘർ തിരങ്ക പ്രസ്ഥാനത്തിൽ ആവേശത്തോടെ പങ്കാളികളാകാനും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകാനുള്ള കൂട്ടായ ദൃഢനിശ്ചയം പുതുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ അഭിമാനത്തിന്റെ പ്രതീകമാണ് മൂവർണ്ണ കൊടിയെന്നും രാഷ്ട്രത്തിനായി ഏറ്റവും മികച്ചത് നൽകാൻ ഓരോ പൗരനെയും നിരന്തരം പ്രചോദിപ്പിക്കുന്ന സ്രോതസ്സാണിതെന്നും മോദിജി പറഞ്ഞു. രാജ്യം ദേശീയഗീതത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ വർഷത്തെ ഹർഘർ തിരങ്ക യജ്ഞം വന്ദേമാതരത്തിനായി സമർപ്പിച്ചിരിക്കുന്നതിൽ നരേന്ദ്രമോദിജി സന്തോഷം പ്രകടിപ്പിച്ചു. അദ്ദേഹം എക്സിലൂടെയായിരുന്നു ഈ പ്രതികരണങ്ങൾ നടത്തിയത്. എന്തായാലും ഒരു വശത്ത് ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അപമാനിക്കുന്നത് അനുവദിക്കില്ലെന്ന് യോഗി ആദിത്യനാഥിന്റെ ശക്തമായ പ്രഖ്യാപനം. മറുവശത്ത് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയരുന്ന രാഷ്ട്രീയ എതിർപ്പ്. 2 വ്യത്യസ്ത നിലപാടുകൾ. പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരേയൊരു വിഷയം: രാജ്യത്തിന്റെ ദേശീയ പ്രതീകങ്ങളോടുള്ള സമീപനം. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമോ നിലവിലെ രീതിയിൽ തന്നെ തുടരണമോ എന്നത് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കേണ്ട വിഷയമാണോ, അതോ ദേശീയ ഗീതത്തോടുള്ള ആദരവിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ഒരേ മാനദണ്ഡം വേണമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിലവിലെ പ്രോട്ടോകോൾ തന്നെ തുടരണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ നിലപാട് എന്തു തന്നെയായാലും കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നറിയാൻ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളുടെ വിശദമായ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ തത്വമയി ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.